ഇറിറ്റേഷൻ ആയിരുന്നു സിനിമ സത്യം പറഞ്ഞ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഓവർ ആക്ടിംഗ് കൊണ്ട് അമ്മാനമാടിയ ഒരു സിനിമ, സ്റ്റാറിംഗ് ഋതിക് റോഷൻ. ഇങ്ങേർക്ക് ഈ പടം ഇപ്പോഴും ഒരു ട്രോമയാണ്. Film that I did called मैं प्रेम की दीवानी हूँ. പിന്നെ നായികയായി കരീന കപൂർ. People say that filmmaking is fun. Some people say that it's entertainment. But for me, it's over acting. എക്സ്ട്രാവോർട്ടുകളുടെ വരെ തൊലിയുറിഞ്ഞു പോകുന്ന എക്സ്ട്രാവോർട്ടിസം കാണിച്ചൊരു സിനിമ मैं प्रेम की दीवानी हूँ. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് കോളേജിലെ ലാസ്റ്റ് ഡേ കാണിച്ചുകൊണ്ടാണ് आज हमारा कॉलेज का आखिरी दिन है. ഈ സൈസ് കോളേജ് നമുക്ക് ബോളിവുഡിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇവര് പാരമ്പര്യം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നാദാനിയാനിൽ വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. സോ ഗൈസ്, ആ കോളേജിൽ ഒരു 5 പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇവര് ഫ്രണ്ട്സ് ഫോർ എവർ ആണ്. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിലും എന്ന് വിചാരിച്ച് ഇവന്മാരെല്ലാം എഴുതി കാണിക്കും. ഇപ്പൊ ഫ്രണ്ട്സ് ഫോർ എവർ ആണെങ്കിൽ ഇങ്ങനെ. ഇനിയിപ്പോ കോളേജിന് ലാസ്റ്റ് ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് അതിന്റെ ബാനറും പിടിച്ചോണ്ട് 2 പെണ്ണുങ്ങൾ പോകുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർമാരെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ വി ലവ് അവർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ബോർഡ്, തിരിച്ച് ടീച്ചേഴ്സ് വി ലവ് അവർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് വേറൊരു ബോർഡ്. ഇനി നിങ്ങളൊരു ഡാഡി ആണെങ്കിൽ ഡാഡ് എന്ന് എഴുതിയിട്ടൊരു തൊപ്പി അങ്ങ് വെച്ചരും. ഇനി നിങ്ങൾ ഇത്തിരി സ്പോർട്ടി ആണെങ്കിൽ ബനിയന്റെ മുകളിൽ, എന്തിന് ഷഡ്ഡിയുടെ മുകളിൽ വരെ സ്പോർട്സ് എന്ന് എഴുതി വെച്ച് തരും. സോ ഗൈസ്, എല്ലാ ക്ലാസ്സിലും ക്യൂട്ട്നെസ് വാരിയെറിയുന്ന ഒരു ഗേൾസ് ഗാങ് ഉണ്ടാവുമല്ലോ, അതാണ് ഇവര്. ഇവരുടെ തെറി വിളി വരെ അത്രയ്ക്ക് ക്യൂട്ടാണ്. പൊടി ടൂൾ ബോക്സ് എന്നൊക്കെ. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ മെയിൻ ആണ് നമ്മുടെ നായിക സഞ്ജന. ഇവളാണ് ഈ പടത്തിലെ പാപ്പന്റെ പറി. ഇനി സഞ്ജനയുടെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരച്ഛൻ, അയാള് പറക്കും. ഒരമ്മ, 2 വേലക്കാര്. ഇനി ഈ വെറുപ്പികളൊന്നും പറഞ്ഞിട്ട് ആ വീട്ടിൽ കാർട്ടൂണിൽ പണിയ 2 അപരാധം കൂടിയുണ്ട്. ഒരു പട്ടി, പിന്നൊരു തത്തമ്മ സോമനും. അങ്ങനെ മൊത്തത്തിൽ ഇവരൊക്കെ കൂടി ഒരുമിച്ച് താമസിച്ച് ആ വീട് ഒരു അവരാത്ത് മഹലാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സഞ്ജനയുടെ ചേച്ചി അങ്ങ് അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നത്. സഞ്ജനയുടെ ചേച്ചി ഇതിൽ ആനിമലിലെ രൺബീറിന്റെ ഫീമെയിൽ വെർഷൻ ആണ്. അതായത് ഒരു 20 സെക്കൻഡ് ഫോൺ കോളിൽ ഇവള് 10 പ്രാവശ്യമാണ് പപ്പ പപ്പ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു പാപ്പന്റെ പറയും. സോ ഗൈസ്, സഞ്ജനയുടെ ചേച്ചി വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ അങ്ങ് അമേരിക്കയിൽ നിന്ന് ഇവരുടെ ഒരു ഫ്രണ്ട്, ഒരു കോടീശ്വരൻ ചെറുക്കൻ, പേര് പ്രേം കുമാർ. അയാൾ നാട്ടിലേക്ക് ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവൻ നാട്ടിൽ വന്നാൽ ഇവരുടെ വീട്ടിലാവും താമസിക്കുക. ആ ഗ്യാപ്പിൽ സഞ്ജനനെ കൊണ്ട് അവനെ വശീകരിച്ച് കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് കേട്ടതും ഗോൾഡ് ഡിഗേഴ്സ് ആയ സഞ്ജനയുടെ പാരന്റ്സ് ആ പ്ലാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അമേരിക്കയിൽ നിന്നും പ്രേം ഇന്ത്യയിൽ ലാൻഡ് ആവുകയാണ്. ഇതിന്റെ BGMs ഉണ്ടാക്കാൻ വേണ്ടി മ്യൂസിക് ഡയറക്ടർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേമിന്റെ BGM പ്രേം 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 എന്ന്. സഞ്ജനയുടെ ആണെങ്കിലോ സഞ്ജന 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 എന്ന്. അപ്പോ ഗൈസ്, പ്രേം ഇന്ത്യയിൽ ലാൻഡ് ആയതും അവനെ കൂട്ടി സഞ്ജനയുടെ ഡാഡി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനിത് ഇന്ത്യ അല്ലല്ലോ, ഇവന്മാര് ന്യൂസിലാൻഡ് ആണ് ഇതിൽ ഇന്ത്യ എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി പ്രേമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചാക്ക് കൊക്കെ ഫൂട്ട്വാൾവ് വെച്ച് വലിച്ചെടുത്ത പോലെയാണ് ഇവൻ. അജാതി എനർജിയാണ്. ഉദാഹരണത്തിന് ഒരു ആന്റിയെ കണ്ടാൽ നമ്മളൊക്കെ ഹായ് ആന്റി അങ്ങനെയല്ലേ വിളിക്കുക. പക്ഷെ പ്രേമൻ അങ്ങനെയല്ല. ഇനി ഒരു കോഴിക്കാൽ ഇഷ്ടപ്പെട്ടാൽ വരെ അവന്റെ എക്സ്പ്രഷൻസ് അതിഭീകരമാണ്. നമ്മളൊക്കെ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവരൊരു ഗ്ലാസ് വെള്ളം എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഇപ്പൊ വേണ്ട എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. പക്ഷെ പ്രേമൻ ഇവനെ കണ്ടാൽ സോഷ്യൽ ആൻസൈറ്റിക്ക് വരെ ആൻസൈറ്റി വരും. അതങ്ങനെ ഒരു എക്സ്ട്രാവർട്ടോളി.
സോ ഗൈസ്, അങ്ങനെ പ്രേം സഞ്ജനയുടെ വീട്ടിൽ താമസമാക്കിയതും സഞ്ജനയുടെ ഫാമിലി പ്രേമിനെ കൊണ്ട് സഞ്ജനയെ പ്രേമിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. അരെ പ്ലീസ് ബാങ്ക് മൈ ഡോക്ടറിന്. ഇവരുടെ ഈ നിർബന്ധമൊക്കെ കേട്ടതും പ്രേം അവളെയും കൂട്ടി ഫുൾ ട്രിപ്പിംഗ് ആവും. കടപ്പുറത്ത് പോണ്, സ്പീഡ് ബോട്ടിൽ പോണ്, സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്നു, ഹെലികോപ്റ്ററിന്റെ മേലെന്നെടുത്ത് ചാടുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതും പ്രേമിന് സഞ്ജനയോട് ഭയങ്കര പ്രേമമാവും. ഐ വോണ്ട് ബ്രേക്ക് യുവർ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ് നീ അവളുടെ കിഡ്നിക്കാണല്ലോ കയറി പിടിക്കുന്നേ. സോ ഗൈസ്, അങ്ങനെ പ്രേമന് പ്രേമം മുത്തുമുത്ത് അവൻ സഞ്ജനയുടെ പേരൊക്കെ ടാറ്റു അടിച്ച് അവരുടെ ബന്ധം മൂട്ടി ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഫാക്ടറിയുടെ എന്തോ പെർമിറ്റ് കിട്ടാൻ വേണ്ടി പ്രേമിനൊന്ന് ഡൽഹിയിലേക്ക് പോണ്ടി വരുന്നത്. ആ സമയത്താണ് സഞ്ജനയുടെ ഫാമിലി ഒരു വമ്പൻ ട്വിസ്റ്റ് അറിയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇവർ ഇത്രയും കാലം ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച പ്രേം കുമാർ അല്ല, പ്രേം കിഷനാണ്. അതായത് അമേരിക്കൻ കോടീശ്വരനായ പ്രേംകുമാറിന്റെ ഓഫീസിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയായ പ്രേം കിഷനെയാണ് ഇവര് പ്ലീസ് ബാങ്ക് അവർ ഡോക്ടർ എന്നും പറഞ്ഞ് പീരി കയറ്റി വിട്ടത്. മാത്രമല്ല ഈ സമയത്ത് സഞ്ജനയുടെ ചേച്ചി വിളിച്ചിട്ട് പറയും അന്നാള് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ഒറിജിനൽ പ്രേംകുമാർ 2 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണെന്ന്. ഇതറിഞ്ഞത് മാഗ് ടെൻഷനായ സഞ്ജനയുടെ മമ്മി സഞ്ജനനെ വിളിച്ച് ചോദിക്കും ഡിഡ് പ്രേം കിഷൻ ബാങ്ക് യു എന്ന്. അപ്പൊ അവള് പറയും ഏയ് ഒന്നും നടന്നിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ കാറിന്റെ ഉള്ളിൽ ചുമ്മാ ഇങ്ങനെ കുറെ നേരം നിൽക്കും, പിന്നെ ബീച്ചിൽ പോയി ഷവറിന്റെ അടിയിൽ വെറുതെ ഇങ്ങനെ കുറെ നേരം നിൽക്കും, പിന്നെ പുത്തരിക്കണ്ട മൈതാനത്ത് പോയി വെറുതെ കുറെ നേരം ഇങ്ങനെ കിടക്കും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒറിജിനൽ കോടീശ്വരൻ പ്രേം കുമാർ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. അഭിഷേക് ബച്ചൻ ആസ് പ്രേം കുമാർ. ഇങ്ങനെ വന്നതോടുകൂടി ഇതുവരെ ഋത്തിക് റോഷൻ ഒരു 100-110 കൊണ്ടുപോയ പടം ഒരു 50-60 വലിപ്പിക്കുകയാണ്. ഇവരാണ് ഈ സിനിമയിൽ ഒരേ ഒരു ഇന്റർവേർട്ട്. സോ ഒറിജിനൽ പ്രേമം നാട്ടിലെത്തിയതും സഞ്ജനയുടെ ഫാമിലി പഴയ പരിപാടി തുടങ്ങുകയാണ്. അരെ പ്ലീസ് ബാങ്ക് മൈ ഡോട്ടറിന്. അത് കേട്ടതും ഈ പ്രേമും സഞ്ജനയും കൂട്ടി സ്പീഡ് ബോട്ടിൽ കറങ്ങുകയാണ്. ഹോഴ്സ് റൈഡിംഗ്, ഹെലികോപ്റ്ററിന് ചാടാൻ പോകുന്നു, സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാൻ പോണ്. പക്ഷെ ഉള്ളത് പറയാമല്ലോ, ഇവൻ ആ പ്രേം കിഷന്റെ പോലെ ഒന്നുമല്ല. സഞ്ജനേനെ ഇവനൊന്നും ചെയ്യത്തില്ല. സഞ്ജന ഇവനൊരു മലയുടെ മണ്ടയിലൊക്കെ കൊണ്ടുപോകും. അപ്പണ്ട് അവൻ അവിടെ നിന്ന് ശ്വാസം വിട്ട് കളിക്കുന്നു. അതിനൊക്കെ ആ പ്രേം കിഷൻ അന്ന് ആ പുത്തരിക്കണ്ട മൈതാനത്ത്. സോ ഗൈസ്, അങ്ങനെ ഒന്നും നടക്കാതെ സഞ്ജന ആകെ വിഷമിച്ചിരിക്കുകയാവും. ഈ സമയത്താണ് ഡൽഹിയിലേക്ക് പോയ പ്രേം കിഷൻ തിരിച്ചു വരുന്നത്. അപ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ഇത്ര കാലം അവന്റെ ഒപ്പം നടന്ന സഞ്ജന ഇപ്പോൾ അവന്റെ ബോസിന്റെ കൂടെയാണെന്ന്, ആൻഡ് അവരുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാണെന്ന്. ഇതേ സമയം പ്രേം കിഷനെ കണ്ടതും ആ അവരാത് മഹലിലെ ഗോൾഡിഗർ പാരന്റ്സ് ആ പാവം പിടിച്ച പ്രേം കിഷനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ പ്ലീസ് ബാങ്ക് അവർ ഡോട്ടർ എന്ന് പറഞ്ഞിരുന്ന സഞ്ജനയുടെ പാരന്റ്സ് ഇപ്പോൾ ഇവനോട് പ്ലീസ് ഡോണ്ട് ബാങ്ക് അവർ ഡോട്ടർ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുകയാണ്. അവസാനം ഇതിലൊക്കെ മനംനൊന്ത് പ്രേം കിഷൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തി സഞ്ജനയുടെയും പ്രേംകുമാറിന്റെയും എൻഗേജ്മെന്റ് ഡേ. അപ്പോഴാണ് മോതിരന്മാരിലൊക്കെ കഴിഞ്ഞതും എൻഗേജ്മെന്റിന്റെ ഫുഡ് അടിക്കാൻ വേണ്ടി പ്രേം കിഷൻ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത്. അവനെ കണ്ടതും സഞ്ജനയ്ക്ക് പഴയ ഫ്ലാഷ് ബാക്കുകളൊക്കെ വരികയാണ്. അതോടെ ഇന്റർവെർട്ട് പ്രേമനെ കെട്ടിയാൽ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ് സഞ്ജന ഓടിപ്പോയി പ്രേം കിഷനെ കെട്ടിപ്പിടിച്ച് മറ്റേ ടാറ്റ് എക്സ്പോസ് ആക്കും. അതോടുകൂടി ഫുഡ് അടിക്കാൻ വന്ന പ്രേം കിഷൻ ആകെ പെട്ട അവസ്ഥയാവും. ആ ടാറ്റ് കണ്ടതും നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുകയാണ് ഇവര് തമ്മിൽ പണ്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതറിഞ്ഞതോടുകൂടി മനസ്സലിവ് വന്ന പ്രേം കിഷന്റെ ബോസ് പ്രേം കുമാർ നമ്മുടെ സഞ്ജനയെ പ്രേം കിഷന് വിട്ടുകൊടുക്കുകയാണ്. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, പകൽ സമയത്തെല്ലാം സഞ്ജന എന്റെ കൂടെയാവും, ഒരു ബെസ്റ്റിനെ പോലെ. കണ്ടോ, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ രാത്രിയായാൽ നീ അവളെയും കൊണ്ട് എങ്ങട്ടച്ചാ പൊക്കോ എന്ന്. അവസാനം രാത്രി പ്രേംകുമാറും സഞ്ജനയും കൂടി ഏതോ കുറ്റിക്കാട്ടിൽ പോയി പരിപാടി നടത്തുന്നത് നമ്മുടെ തത്തമ്മ സുമൻ ഒളിഞ്ഞു നോക്കുന്നിടത്ത് ഈ പ്രണയകാവ്യം അവസാനിക്കുകയാണ്. എടാ മഹാഭാവി, ഈ തുണി മാറ്റടാ, ഞാനും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് തത്ത കടന്നാലമ്പോടലമ്പ്. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, ബസ്താരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവരണ്ടൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.